അറിയാതെയോ ഇങ്ങളുടെ മനസ്സിനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. ഇങ്ങളുടെ ഒരു രക്ഷ എന്റെ കൂടെ ഉണ്ടാവണം. 1969 ഒക്ടോബർ 10 എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിലായിരുന്നു സലീം കുമാറിന്റെ ജനനം. മാലിങ്കര കോളേജ്, എറണാകുളം മഹാരാജാസ് കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. കലാലയ ജീവിതകാലത്ത് മിമിക്രിയിലും മറ്റ് കലാപരിപാടികളിലും സർവകലാശാല തലങ്ങളിൽ ലഭിച്ച പുരസ്കാരങ്ങൾ മതിയായിരുന്നു മിമിക്രി ട്രൂപ്പുകളായ കൊച്ചിൻ കലാഭവൻ, ഹരിശ്രീ എന്നിവയിൽ എത്തിപ്പെടാൻ. വേദികളിൽ നിന്ന് വേദികളിലേക്ക് അക്കാലത്ത് സലീം കുമാർ നടത്തിയ യാത്രകളാണ് അദ്ദേഹത്തിലെ നടനെ പാകപ്പെടുത്തിയത്. പിന്നീട് ഏഷ്യാനെറ്റ് ചാനലിലെ കോമിക്കോള എന്ന ടെലിവിഷൻ പരിപാടിയുടെ അവതാരകനായി എത്തിയതോടെ സലീം കുമാർ കേരളത്തിലെ കുടുംബങ്ങളുടെ പ്രിയങ്കരനായി മാറി. അദ്ദേഹത്തിന്റെ വേഗതയേറിയ സംസാര ശൈലിയും കൗണ്ടറുകളും ജനം ഏറ്റെടുത്തു. ഇത്തവണ മഴ നേരത്തെ എത്തും. പാലക്കാട് താൻ എന്താ കാണിക്കുന്നത്? എന്റെ മാതൃഭൂമിയുടെ നന്ദി പോലോ. എന്തേ ആ പേപ്പറേ. 1996 ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലൂടെയാണ് സലീം കുമാർ ചലച്ചിത്ര രംഗത്തേക്ക് കടന്നുവരുന്നത്. തുടക്കത്തിൽ ചെറിയ വേഷങ്ങളായിരുന്നുവെങ്കിലും തനതായ മാനറിസങ്ങൾ കൊണ്ട് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. 2000ന്റെ തുടക്കത്തിൽ മലയാള സിനിമയിലെ ഹാസ്യത്തിന്റെ മുഖ്യധാര സലീം കുമാറിലേക്ക് ചുരുങ്ങി. മലയാള ചലച്ചിത്ര ചരിത്രം ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടുന്ന ഒരു പിടി മികച്ച കോമഡി കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം ജീവൻ നൽകി. കല്യാണരാമനിലെ പ്യാരി, പുലിവാൽ കല്യാണത്തിലെ മണവാളൻ, മായാവിയിലെ കണ്ണൻ ശ്രാങ്ക്, തിളക്കത്തിലെ ഭാസ്കരൻ, ചതിക്കാത്ത ചന്തുവിലെ നൃത്ത സംവിധായകൻ മിത്രം, CID മൂസയിലെ ആനന്ദൻ എന്നീ കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ പൊട്ടിച്ച ചിരിബോംബുകളുടെ അലകൾ ഒരു കാലത്തും ഒടുങ്ങാത്തവയാണ്. സലീം കുമാർ ഒരു കോമഡി നടൻ മാത്രമല്ല എന്ന സിനിമാ ലോകം തിരിച്ചറിഞ്ഞത് 2005 ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലൂടെയാണ്. മകളുടെ ദുരന്തത്തിന് മുന്നിൽ തകർന്നു പോകുന്ന സാമുവൽ എന്ന അച്ഛന്റെ വേഷം പ്രേക്ഷകരെ കണ്ണീരണിയിച്ചു. ഈ ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് മികച്ച 2ാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. 2010 സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിന്റെ മകൻ അബു എന്ന ചിത്രം സലീം കുമാറിന്റെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി. ഹജ്ജ് കർമ്മത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന അബു എന്ന വൃദ്ധനായ അത്തർ കച്ചവടക്കാരനെ അതിശയിപ്പിക്കുന്ന മിതത്വത്തോടെയാണ് അദ്ദേഹം സ്ക്രീനിലെത്തിച്ചത്. ഈ ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. ഒരുപാട് വളർന്നാലറിയാം ഉള്ളു പൊള്ളയാന്ന്. 2016 കേരളത്തിലേക്ക് കുടിയേറി പാർത്ത ഒരു വിഭാഗം ജൂതരുടെ ജീവിതം പറയുന്ന കറുത്ത ജൂതൻ എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് സലീം കുമാർ സംവിധാന രംഗത്തെത്തുന്നത്. ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ ആരോൺ ഇല്യാഹു എന്ന ജൂതനായി മികച്ച പ്രകടനമാണ് സലീം കുമാർ കാഴ്ചവെച്ചത്. ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സലീം കുമാർ തന്നെയായിരുന്നു. തുടർന്ന് ദൈവമേ കൈതൊഴാം കേക്കുമാറാകണം എന്ന ചിത്രവും അദ്ദേഹം സംവിധാനം ചെയ്തു. തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഈശ്വര വഴക്കില്ലല്ലോ എന്ന പുസ്തകവും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പൊതുവേദികളിൽ താനൊരു തികഞ്ഞ കോൺഗ്രസ് അനുഭാവിയാണെന്ന് സലീം കുമാർ പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ നിരവധി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കരൾ സംബന്ധമായ അസുഖങ്ങൾ സലീം കുമാറിനെ അലട്ടുന്നുണ്ടായിരുന്നു. തുടർന്ന് 2015 അദ്ദേഹം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും വിധേയനായി. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സിനിമകളിൽ വളരെ കുറച്ചു മാത്രമേ പ്രത്യക്ഷപ്പെട്ടിരുന്നുള്ളൂ. 2026 ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ കൂടോത്രമാണ് തിയേറ്ററിലെത്തിയ അവസാന ചിത്രം. സുനിതയാണ് സലീം കുമാറിന്റെ ഭാര്യ. ചന്തു, ആരോമൽ എന്നിവരാണ് മക്കൾ. മകൻ ചന്തു സലീം കുമാർ ഇപ്പോൾ സിനിമകളിൽ വളരെ സജീവമാണ്. ചിരിയും ഒപ്പം ചിന്തയും മലയാളിക്ക് സമ്മാനിച്ച സലീം കുമാർ തിരശീലയ്ക്ക് പിന്നിലേക്ക് മറയുമ്പോൾ നമ്മുടെ സിനിമയ്ക്ക് നഷ്ടമാകുന്നത് പകരം വെക്കാനാകാത്ത ഒരധ്യായമാണ്. കരളിന്റെ പകുതി നൽകി സ്നേഹിച്ചവർക്കും ആ ചിരി നെഞ്ചിലേറ്റിയ കോടിക്കണക്കിന് പ്രേക്ഷകർക്കും ഇനി ആ ഓർമ്മകൾ മാത്രം കൂട്ടാകും. ശരീരം വിട്ടുപിരിഞ്ഞാലും അദ്ദേഹം സമ്മാനിച്ച ആ ചിരിയുടെ ആഴവും പരപ്പും മലയാളിയുടെ ഹൃദയത്തിൽ എക്കാലവും ജീവിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.